ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം ആദ്യത്തെ 11 വാക്യങ്ങൾ ഈ സമയത്തെ വേദ വിചാരങ്ങൾക്കായി സമർപ്പിക്കുകയാണ്. ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം ആദ്യത്തെ 11 വാക്യങ്ങൾ. അവൻ ഗന്നസരേത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിരക്കിക്കൊണ്ടിരിക്കയാൽ 2 പടക് കരയിൽ അടുത്തു നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടിക്കാർ ഇടങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണം എന്നവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിൽ ഇരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവീൻ എന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് 2 മുങ്ങുമാറാകുവോളം നിറച്ചു. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോട് കൂടെയുള്ളവർ എല്ലാവർക്കും സംഭ്രമമുണ്ടായി. ശീമോന്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സബദി മക്കൾക്കും ഔവണ്ണം തന്നെ. യേശു ശീമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും എന്ന് പറഞ്ഞു. പിന്നെ അവർ പടക് കരയ്ക്ക് അടുപ്പിച്ച് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. ദൈവത്തിന് മഹത്വമുണ്ടാവട്ടെ. വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ്. നമ്മുടെ കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭഘട്ടത്തിൽ ശിമോനെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുവാൻ തക്കവണ്ണം രക്ഷണ്യമായ വേലയ്ക്ക് വിളിച്ചു വേർതിരിക്കുന്ന ആ സന്ദർഭത്തിൽ താൻ നടത്തുന്ന ഒരു വലിയ അത്ഭുതമായിട്ടോ അതിശയമായിട്ടോ ഒക്കെ ചിലപ്പോൾ ഈ വേദഭാഗത്തെ നാം കണ്ടു എന്നിരിക്കും. എന്നാൽ ഈ വേദഭാഗം പൂർണ്ണമായി വായിച്ച് പഠിക്കുമ്പോൾ നാം പ്രഥമദൃഷ്ട്യാ കാണുന്നതിനേക്കാൾ എത്രയോ ഉന്നതമായ ഒരു മാനത്തിലേക്കാണ് ഈ സംഭവം നമ്മെ കൊണ്ടുപോകുന്നത്. രാത്രി മുഴുവൻ ഏറെ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതിരുന്ന പ്രയാസത്തിൽ പടക് കരയ്ക്ക് അടുപ്പിച്ച് വല കഴുകിക്കൊണ്ടിരുന്ന പത്രോസും കൂടെയുള്ളവരും പൊടുന്നനവേ കർത്താവിൻ്റെ സാന്നിധ്യം അവരുടെ പടക് മാത്രമല്ല, അവരുടെ കൂട്ടാളികളായവരുടെ പടകും നിറയ്ക്കുവാൻ തക്കവണ്ണം പര്യാപ്തമായി തീർന്നു. അവിടം വരെ ഇതൊരു മഹാത്ഭുതമാണ്. അത് കഴിഞ്ഞ് അത്ര അത്ഭുതമായി നമുക്ക് തോന്നുകയില്ല. കർത്താവിൻ്റെ സാന്നിധ്യത്താൽ ഇത്രയേറെ ഭൗതികമായ അനുഗ്രഹം അവർക്ക് ലഭിച്ചപ്പോൾ പത്രോസ് കർത്താവിൻ്റെ കാൽക്കൽ കവിണ്ണു വീഴുകയാണ്. ഈ ലൗകികമായ അനുഗ്രഹം ഞങ്ങൾക്ക് എന്നും ഇങ്ങനെ ലഭിക്കത്തക്കവണ്ണം നീ എൻ്റെ കൂടെ സ്ഥിരമായി വസിക്കണമെന്നല്ല പറയുന്നത്. മറിച്ച്, അയ്യോ, ഞാൻ മഹാപാപിയാണ്, എന്നെ വിട്ടുപോകണമേ എന്ന് കർത്താവിനോട് പത്രോസ് പറയുകയാണ്.
അവർക്കെല്ലാം സംഭ്രമം പിടിച്ചു. യേശു പ്രവർത്തിച്ച അത്ഭുതത്തിൽ ആഹ്ലാദമോ ഏറ്റവും വലിയ ആനന്ദമോ അല്ല ഉണ്ടാവുന്നത്, സംഭ്രമമാണ്. ഞങ്ങളിതിന് യോഗ്യരാണോ? ഇതവൻ ഞങ്ങൾക്ക് ചെയ്തു തരത്തക്കവണ്ണം എന്ത് അർഹതയാണ് എനിക്കുള്ളത് എന്ന ചിന്ത അവരെ ഭരിക്കുകയാണ്. കർത്താവ് അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇനി നിങ്ങൾ മത്സ്യബന്ധനക്കാരല്ല, ദൈവരാജ്യത്തിലേക്ക് മനുഷ്യരെ ആദായപ്പെടുത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട വേലയ്ക്കായി നിന്നെ ഞാൻ വിളിച്ച് വേർതിരിക്കുകയാണ്. ഇതിൻ്റെ അവസാന ഭാഗമാണ്, 11-ാമത്തെ വാക്യമാണ് ഏറെ നമ്മെ ചിന്താഭാരപ്പെടുത്തുന്നത്. പടക് രണ്ടും മത്സ്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എത്ര അധ്വാനിച്ചാലും കിട്ടാത്ത പോലെ മത്സ്യം. അത്രയേറെ മത്സ്യം കയറിയിട്ടും കീറിപ്പോകാത്ത ഒന്നാന്തരം ഒരു വല. അശ്രാന്ത പരിശ്രമത്തിന് അവരെ സഹായിച്ചു കൊണ്ടിരുന്ന പടകുകൾ ക്ഷണനേരത്തിൽ അതെല്ലാം അവർ മറക്കുകയാണ്. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, പടക് നിറഞ്ഞ് കിട്ടിയ മത്സ്യം, വല, അതെല്ലാം പൊടുന്നനവേ അവർ ഉപേക്ഷിച്ചിട്ട് അവർ പടക് കരയ്ക്ക് അടുപ്പിച്ച് സകലവും വിട്ട് അവനെ അനുഗമിച്ചു എന്നാണ് ഈ വേദഭാഗം അവസാനിക്കുന്നത്. കുണുപോലെ മുളച്ചു വളരുന്ന ക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത വചനം ഒരുപാട് കോട്ടിമാട്ടി ആത്മീയത ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭൗതിക അഭിവൃദ്ധിക്ക് പ്രാധാന്യം കൊടുത്ത് അനേക പഠനങ്ങൾ നാം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഈ കാലത്ത് വളരെ അത്ഭുതകരമായ ഒരു വേദഭാഗമായി ഞാൻ ഇതിനെ കാണുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഗന്നസരേത്ത് തടാകത്തിൻ്റെ കരയിൽ താൻ നിൽക്കുമ്പോൾ അനേകര് കർത്താവിനെ തിക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു മഹാവലിയ ഭൂരിപക്ഷമാണ്. കർത്താവ് ചെന്നിടത്തൊക്കെയും ഒരുപക്ഷെ അത്ഭുതം കണ്ട് സംതൃപ്തി അടയാനോ അപ്പം ഭക്ഷിച്ച് തൃപ്തരാകുവാനോ ഒരു ജനക്കൂട്ടത്തോട് ചേർന്ന് നിൽക്കുന്ന ആ സന്തോഷം അനുഭവിപ്പാനോ ഒരുപാട് ആളുകൾ കർത്താവിൻ്റെ പിന്നാലെ കൂടിയിരുന്നു. അതൊരു മഹാഭൂരിപക്ഷമാണ്. പക്ഷെ ഇങ്ങനെ കൂടിയ സന്ദർഭങ്ങളിലൊക്കെയും അവരിൽ നിന്ന് കർത്താവ് തിരഞ്ഞ് കണ്ടുപിടിച്ച ഒരു ന്യൂനപക്ഷമുണ്ട്. ആ ന്യൂനപക്ഷമാണ് ആത്മീയതയുടെ നിറകുടമായി, പ്രതീകമായി നമുക്ക് മുൻപിൽ തിരുവചനം കാട്ടിത്തരുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ 8-ാം അധ്യായത്തിലേക്ക് നാം നോക്കുമ്പോൾ അതിന് 40 മുതൽ 48 വരെയുള്ള ഭാഗത്ത് പള്ളിപ്രമാണിയായി ഐറോസ് തൻ്റെ മകള് മരിച്ച സന്ദർഭത്തിൽ കർത്താവിനെ കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയും അവിടേക്ക് കർത്താവ് കടന്നു ചെല്ലുകയുമാണ്. അവിടെ ചെന്നപ്പോൾ മഹാവലിയ ആൾക്കൂട്ടം. കർത്താവ് അവരെ എല്ലാം പുറത്തു നിർത്തിയിട്ട് തൻ്റെ ശിഷ്യന്മാരിൽ ചിലരെയും ബാലയുടെ അപ്പനെയും അമ്മയെയും മാത്രം അകത്ത് കയറ്റി. അവർക്കും സംശയം, അവൾ മരിച്ചുപോയി. പക്ഷെ കർത്താവ് അവരോട് പറഞ്ഞു, അവൾ മരിച്ചിട്ടില്ല, അവൾ ജീവിക്കും, ബാലയെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് കർത്താവ് ആ ബാലയുടെ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. മഹാഭൂരിപക്ഷത്തിനിടയിൽ കർത്താവ് ശ്രദ്ധ വെച്ച ഒരു ന്യൂനപക്ഷം. യൈറോസിന്റെ ഭവനത്തിലേക്ക് പോകുമ്പോൾ രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ തൊടുവാൻ ആഗ്രഹിക്കുകയാണ്. അവിടെയും അവൻ്റെ സന്നിധിയിലേക്ക് അടുക്കുവാൻ പോലും മാർഗമില്ലാത്ത വിധത്തിൽ അനേകര് തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ തൊട്ടപ്പോൾ കർത്താവ് അവിടെ നിന്നു. ആരാണ് എന്നെ സ്പർശിച്ചത്? മറ്റുള്ളവരൊക്കെ പരിഹാസത്തോടെ കർത്താവിനെ നോക്കി. ഇത്രയേറെ ആളുകൾ അങ്ങയെ തിക്കിത്തിരക്കുകയാണ്. ഇതിനിടയിൽ ആരാ അങ്ങയെ സ്പർശിച്ചതെന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? കർത്താവ് പറഞ്ഞു, അല്ല, എൻ്റെ ശരീരത്തിൽ നിന്ന് ശക്തി ഇറങ്ങി എൻ്റെ വസ്ത്രം വഴിയായി വെളിയിലേക്ക് പോയി.
ആ പാവപ്പെട്ട സ്ത്രീ എന്ന ന്യൂനപക്ഷത്തെ കർത്താവ് ശ്രദ്ധിക്കുകയും അവളിലേക്ക് തൻ്റെ അനുഗ്രഹങ്ങൾ വർഷിക്കുകയുമാണ്. ഇന്നും ന്യൂനപക്ഷത്തെ ശ്രദ്ധിക്കുന്നവരുണ്ട്, പക്ഷേ കർത്താവ് ശ്രദ്ധിച്ചതുപോലെ അല്ല കേട്ടോ. നിങ്ങൾ ഇന്നലെ മാധ്യമങ്ങളിൽ കണ്ടു കാണും, മോഹൻലാല് ഒരു വലിയ തിരക്കിനിടയിൽ കൂടെ ഇങ്ങനെ പോവുകയാണ്. അനേകരെ TV ചാനലുകാർ അദ്ദേഹത്തെ അഭിമുഖത്തിന് വേണ്ടി ആഗ്രഹിച്ചു. മിടുക്കരായ ഒരു ചാനലുകാരൻ മൈക്കിട്ട് മോഹൻലാലിൻ്റെ കണ്ണിനൊരു പൊട് കൊടുത്തു. മോഹൻലാല് അവനോട് ആദ്യം ചോദിച്ചു, എന്താടാ മോനെ ഇങ്ങനെയൊക്കെ? എന്നിട്ടൊരു വാചകം പറഞ്ഞാണ് കാറിൽ കയറിയത്, നിന്നെ ഞാൻ നോക്കി വച്ചിട്ടുണ്ട്. നല്ല ഉദ്ദേശത്തോടെ അല്ലല്ലോ. പക്ഷെ കർത്താവ് മഹാഭൂരിപക്ഷത്തിനിടയിൽ ന്യൂനപക്ഷത്തെ കണ്ടത് വളരെ നല്ല ഉദ്ദേശത്തോടുകൂടെ തന്നെയാണ്. കർത്താവിൽ വാത്സല്യമുള്ളവരെ, നാം എപ്പോഴും ഭൂരിപക്ഷത്തിൻ്റെ ഇടയിലാണ്. പക്ഷെ കർത്താവ് നമ്മെ ദർശിക്കത്തക്കവണ്ണം ഒരു ന്യൂനപക്ഷമായി തീരുവാൻ, ആ ന്യൂനപക്ഷത്തിന് പങ്കാളികളായി തീരുവാൻ നമുക്ക് ആഗ്രഹമുണ്ടോ എന്ന ഒരു വലിയ ചോദ്യമാണ് ഈ ഗന്നസരേത്ത് തടാകത്തിൻ്റെ തീരത്തെ സംഭവം നമുക്ക് മുൻപിൽ ഉയർത്തുന്നത്. ആളുകൾ തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ കരയിലടുത്ത ഒരു പടകിൽ കർത്താവിൻ്റെ സ്വാതന്ത്ര്യം, ആ പടകുമായി ബന്ധപ്പെട്ട് കർത്താവ് നടത്തുന്ന മഹാ അത്ഭുതം, അതൊക്കെയാണ് ഈ 11 വാക്യങ്ങളിലെ ഇതിവൃത്തം എന്നാദ്യമായി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. കർത്താവിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നിറവേറ്റാൻ താൻ ഉത്കടമായി ആഗ്രഹിക്കുന്നവനാണ്. ആ പദ്ധതിക്ക് വിധേയപ്പെടാൻ നമുക്ക് സാധിക്കുമോ എന്ന ഒരു ചോദ്യമാണ് ഇവിടെ ഉള്ളത്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ദ മിറർ എന്ന പേരിൽ ശ്രദ്ധേയമായ ഒരു ആഖ്യാനമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നാം പരിചയപ്പെടുന്ന സക്കായിയെ സംബന്ധിച്ചുള്ള ഒരു രൂപകമാണ്. സക്കായി കർത്താവിനെ കാണുവാൻ തൻ്റെ പരിമിതി കൊണ്ട് സാധിക്കാതെ വന്നപ്പോൾ ഒരു കാട്ടുതീത്തയിൽ കയറിയെന്നും കർത്താവ് അവനെ വിളിച്ചിറക്കി അവൻ്റെ വീട്ടിലേക്ക് അവനോടുകൂടെ പോയെന്നും അങ്ങനെ അവസാനം ഈ ഭവനത്തിന് രക്ഷയുണ്ടായി എന്ന് പറഞ്ഞ സംഭവമൊക്കെ നമുക്കറിയാം. വീടുകൂതാശയ്ക്ക് വീട്ടിൽ വായിക്കുന്ന എവൻഗേലിയോൻ ഭാഗമാണ്. മരത്തിന് മുകളിൽ നിന്ന് വിളിച്ചിറക്കുന്ന സക്കായിയെക്കുറിച്ച് ഉള്ള ഒരു രൂപകമാണ് ദ മിറർ എന്ന ശ്രദ്ധേയമായ രചനയിലുള്ളത്. ആ രചയിതാവ് ഇങ്ങനെ പറയുന്നു: മരത്തിന് മുകളിൽ നിന്ന് കർത്താവിൻ്റെ വിളി കേട്ട് ഇറങ്ങിയവനായ സക്കായിയോട് നമുക്കൊരു ചോദ്യം ചോദിക്കാം. എന്താണ് സക്കായി, കർത്താവ് നിന്നെ വിളിച്ചപ്പോൾ നീ ഇറങ്ങിയ സന്ദർഭത്തിൽ നിന്റെ മനസ്സിൽ തോന്നിയ വികാരങ്ങൾ? ബൈബിളിലത് പറഞ്ഞിട്ടില്ല, പക്ഷെ ആ രചയിതാവ് എഴുതിയിരിക്കുകയാണ്. സക്കായി അതിന് മറുപടി പറഞ്ഞു: മരത്തിന് മുകളിൽ നിന്ന് ധൃതിയിൽ ഞാൻ ഇറങ്ങിയപ്പോൾ. അവൻ പെട്ടെന്നിറങ്ങി എന്ന് വിശുദ്ധ വചനം പറയുന്നു. ധൃതിയിൽ ഞാൻ ഇറങ്ങിയപ്പോൾ എന്നെ വിളിച്ചവനായ കർത്താവിൻ്റെ മുഖത്തേക്ക് ഞാനൊന്ന് നോക്കി. പിന്നെ എഴുതിയിരിക്കുന്നു, കർത്താവിൻ്റെ മുഖം പ്രതീക്ഷ കൊണ്ട് പ്രത്യാശ കൊണ്ട് വിടർന്നിരിക്കുന്നത് ഞാൻ കണ്ടു. വീണ്ടും അവിടെ എഴുതിയിരിക്കുന്നു, അവൻ്റെ വിടർന്ന കണ്ണുകളിൽ എന്നെക്കുറിച്ച് ഒരു പദ്ധതി, എൻ്റെ കുടുംബത്തെക്കുറിച്ചൊരു പദ്ധതി അവനുണ്ടായിരുന്നത് ഞാൻ വായിച്ച് അറിഞ്ഞു. സക്കായി അന്ന് സമൂഹത്തിൽ നല്ല പേരുള്ളവനല്ല, അനേകരാലും വെറുക്കപ്പെട്ടവനാണ്. ഒരുപാട് ശകാരിക്കാനുള്ള വിഷയങ്ങളൊക്കെ സക്കായിയുടെ പക്ഷത്തുണ്ട്. പക്ഷേ തന്നെക്കുറിച്ചുള്ള പ്രതീക്ഷയിൽ വിടർന്നിരുന്ന കർത്താവിൻ്റെ കണ്ണുകളിൽ തന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നത് വായിച്ചറിയാൻ സക്കായിക്ക് സാധിച്ചതുകൊണ്ടാണ്. മറ്റൊരിടത്തും പറഞ്ഞിട്ടില്ല, കർത്താവ് പോയ ഒരു ഭവനത്തിലും അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. വാത്സല്യമുള്ളവരെ, ഇന്ന് നമ്മുടെ വിഷയം പടകാണ്, വള്ളമാണ്. ഇന്ന് നമ്മുടെ വിഷയം വലയാണ്. ഇന്ന് നമ്മുടെ വിഷയം വരുമാനമാണ്. അതിനും അപ്പുറത്ത് ഇന്ന് നമ്മുടെ വിഷയം വർജനമാണ്. ഈ 4 ദിശകളിലൂടെയാണ് നാം ഇന്ന് യാത്ര ചെയ്യുന്നത്. നമ്മുടെ വിഷയം പടകാണ്, അല്ലെങ്കിൽ വള്ളമാണ്.
അശ്രാന്ത പരിശ്രമത്തിന്. നമ്മുടെ വിഷയം വലയാണ്. അനേക മത്സ്യങ്ങൾ കയറിയിട്ടും കീറാത്ത വല. നമ്മുടെ വിഷയം വരുമാനമാണ്. നമ്മുടെ പടക് മാത്രമല്ല, നാം ആരെയൊക്കെ മാടി വിളിക്കുന്നോ അവരുടെ എല്ലാം പടകുകൾ നിറയത്തക്കവണ്ണമുള്ള വരുമാനമാണ്. അതിനും അപ്പുറത്ത് ഈ വരുമാനത്തിൻ്റെ ബഹുലതയിൽ എല്ലാം മറന്ന് എല്ലാം വിട്ട് കർത്താവിൻ്റെ മുഖം കണ്ടപ്പോൾ പോകുന്ന ഒരു സൽക്രിയയാണ്. വളരെ പരിചിതമായ ഒരു പാട്ടിൻ്റെ ഒരു വരി ഞാൻ തുടങ്ങിയിടാൻ നിങ്ങൾ പാടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വിശ്വാസ ജീവിത പാടകിൽ ഞാൻ പോകുന്നു, ഞാൻ വിശ്വാസനായകൻ യേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവെ നോക്കി വിശ്രമ അലകൾ പാടകിൽ ആടിച്ചെന്നാൽ അലകൾ പാടകിൽ ആടിച്ചെന്നാൽ അല്ലേലൊരൽപ്പവും ഇല്ലെനിക്ക്, ആഴിയോ മൂഴിയും അഭയമായൻ അരികിലുണ്ട്. വിശ്വാസ ജീവിത പാടകിൽ ഞാൻ പോകുന്നു, ഞാൻ വിശ്വാസനായകൻ യേശുവെ നോക്കി വിശ്രമ സ്ഥാനത്തു പോകുന്നു. ശീമോനുള്ളതായ പടകിൽ അവൻ കയറി. ഇത്ര അനുഗ്രഹമാണ്. നമ്മുടെയൊക്കെ പടകില് നമ്മളൊക്കെ നിത്യതയിൽ നിന്ന് നിത്യതയിലേക്കൊരു പടക് അശ്രാന്ത പരിശ്രമത്തിന് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ പടകിൽ കർത്താവുണ്ട്. പരിശുദ്ധനായ പൗലോസ് ചോദിക്കുന്നുണ്ട്, ഡോണ്ട് യു നോ ദാറ്റ് യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ് ഇൻ വിച്ച് ദ സ്പിരിറ്റ് ഡ്വെൽസ്. ദൈവത്തിൻ്റെ ആത്മാവ് അതിൽ അധിവസിക്കുന്ന ദൈവ മന്ദിരമാണ് നിങ്ങളെന്ന് അറിയുന്നില്ലയോ? ഞാൻ ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുമ്പോൾ അതിലാദ്യത്തത് ശീമോന്റെ വകയായിരുന്നു ആ പടക്. അവന്റെ അധ്വാനത്തിന് വേണ്ടി അവൻ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു മാധ്യമമായിരുന്നു ആ പടക്. ആ പടകിൽ കീറാത്ത ഒരു വലയുണ്ടായിരുന്നു. കർത്താവ് അവനോട് അപേക്ഷിച്ചു എന്നാണ് പറയുന്നത്, ഈ പടക് കരയിൽ നിന്ന് അല്പം ഒന്ന് അകലത്തിലേക്ക് വിടുമോ? ഹീസ് റിക്വസ്റ്റിംഗ്. പടകിൻ്റെയും വലയുടെയും കടലിൻ്റെയും ശീമോന്റെയും എല്ലാം നാഥൻ അവനോട് അപേക്ഷിക്കുകയാണ്, ഈ പടക് അല്പം കരയിൽ നിന്ന് കടലിലേക്ക് നീക്കുമോ? എന്തായിരുന്നു കർത്താവിൻ്റെ ഉദ്ദേശം? ആ പടകിൽ ഇരുന്നു കൊണ്ട് കരയിലായിരിക്കുന്ന ബഹുപുരുഷാരത്തോട് പ്രസംഗിക്കണം. ഒന്നാമത്തെ കാര്യം, വാത്സല്യമുള്ളവരെ, നമ്മുടെ വയറ്റുപിഴപ്പാണ് നമ്മുടെ പടകെങ്കിലും വലയെങ്കിലും കർത്താവിന് നമ്മുടെ ശരീരത്തെക്കുറിച്ച്, ജീവനെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്താണ്? നിന്റെ പടക് എനിക്ക് ഒരു പ്രസംഗപീഠമാവണം. ഇതിന് പുൾപിറ്റ് എന്നാണ് പറയുന്നത്. എൻ്റെ കൈ ഒന്ന് റെസ്റ്റ് ചെയ്യാനും ബൈബിൾ ഒന്ന് വെക്കാനും ദാഹിച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവെക്കാനും ഒക്കെ ഉള്ള പുൾപിറ്റ്. കർത്താവിന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതമാകുന്ന പടക് ഒരു പ്രസംഗ പീഠമാക്കാൻ താല്പര്യമുണ്ട്.
ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുവീൻ എന്ന് പറഞ്ഞ് തൻ്റെ വാത്സല്യ ശിഷ്യന്മാരെ അയക്കുമ്പോൾ കർത്താവ് അത് തന്നെയാണ് അവരെക്കുറിച്ച് ആഗ്രഹിച്ചത്. ലെറ്റ് യുവർ ലൈഫ് ബി എ പുൾപിറ്റ്. ബലഹീനരായ നമ്മെക്കുറിച്ചും കർത്താവിന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം സാധിക്കണമെങ്കിൽ നമ്മൾ സ്വയം അതിന് തുനിയണം. കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വരും, അവൻ എന്നോടും ഞാൻ അവനോടും കൂടെ അത്താഴം കഴിക്കും. ഗോഡ് വിൽ ഓൾവേസ് ഹോണർ അവർ ഫ്രീ വിൽ. നമ്മുടെ സ്വയമായുള്ള ഇഷ്ടത്തെയും ആഗ്രഹത്തെയും കർത്താവ് വളരെ മാനിക്കുന്നവനാണ്. അതുകൊണ്ടാ വിലക്കപ്പെട്ട കനിക്ക് നേരെ കൈ നീട്ടിയപ്പോൾ തമ്പുരാൻ വന്ന് കയ്യെ പിടിക്കാഞ്ഞത്. കഴിക്കരുതെന്ന് പറഞ്ഞു, എന്നാൽ കഴിക്കണമെന്ന് തീരുമാനിച്ചു. ലെറ്റ് us see what is going to happen. അല്ലാതെ അവളുടെ കയ്യെ കയറി പിടിച്ചില്ലല്ലോ. നമ്മുടെ ഫ്രീ വിൽ കർത്താവ് എപ്പോഴും മാനിക്കുന്നു. പക്ഷെ എങ്ങനെ നമ്മുടെ ഫ്രീ വിൽ കർത്താവിൻ്റെ ഇഷ്ടത്തിന് അനുയോജ്യമായി നമ്മൾ തിരിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒബീഡിയൻസ് അല്ലെങ്കിൽ അനുസരണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡോക്ടർ ബില്ലി ഗ്രഹാം ഒരുപാട് അനുഗ്രഹകരമായ രചനകൾ നിർവഹിച്ചിട്ടുള്ള ഒരു അനുഗ്രഹീത സുവിശേഷകനായിരുന്നു. ഫ്രീഡം ഫ്രം 7 ഡെഡ്ലി സിൻസ് എന്ന അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ ഒരു പുസ്തകത്തിൻ്റെ ആമുഖ വാക്കുകളിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി: വി ആർ ഓൾവേസ് റൈസിംഗ് the flag of rebellion against God. That's why we are not a blessed person. എപ്പോഴും ദൈവത്തിനെതിരെ വിരുദ്ധതയുടെ കൊടി ഉയർത്തിയാൽ, നന്മ ചെയ്യണമെന്നുള്ള ആഗ്രഹം അവൻ നമ്മുടെ ഉള്ളിൽ തന്നിട്ട് ഡെലിബറേറ്റ് ആയിട്ട് അതിനെ ധിക്കരിച്ച് തിന്മയിലേക്ക് പോയാൽ, we are raising a flag of rebellion against God. അതുകൊണ്ട് ആ ഒരു ചിന്തകൻ പറഞ്ഞത്, ഹൗസ് ഈസ് ബിൽറ്റ് ബട്ട് എ ക്രിസ്ത്യൻ ഹോം ആൻഡ് എ ക്രിസ്ത്യൻ പേഴ്സണാലിറ്റി ആർ ടു ബി ഡെലിബറേറ്റ്ലി മെയ്ഡ്. കാശുണ്ട കെട്ടിടം പണിയാം, പക്ഷേ അത് ക്രൈസ്തവ ഭവനമാകണമെങ്കിൽ ഒരു ഡെലിബറേറ്റ് വിൽ ആവശ്യമാണ്. ബില്ലി ഗ്രഹാം അതിനെ തുടർന്ന് പറയുന്നുണ്ട്, യു സ്റ്റോപ്പ് ദ ഫൈറ്റ് വിത്ത് ഗോഡ്. ദൈവത്തോടുള്ള യുദ്ധം അവസാനിപ്പിച്ചിട്ട് സറണ്ടർ ടു ഹിം ആൻഡ് സെർവ് ഹിം. അവിടെയാണ് അനുഗ്രഹം വരുന്നത്. അവന്റെ മുൻപിൽ ആര് സ്വയം സമർപ്പിക്കുന്നുവോ, അവന്റെ ഹിതത്തിന് ആര് വഴിപ്പെടുന്നുവോ, അവിടെ ദൈവത്തിന്റെ അനുഗ്രഹം വഴിഞ്ഞ് ഒഴുകുകയാണ്. ശീമോൻ പത്രോസ് കർത്താവിന്റെ വാക്ക് പൂർണ്ണമായും അനുസരിക്കുകയാണ്. ആ അനുസരണം പത്രോസ് കാണിക്കുവാൻ കാരണം പൂർണ്ണമായി അനുസരിച്ച ഗുരുവാണത് പറഞ്ഞത്. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യം നമ്മെ ഏവരെയും ത്രസിപ്പിക്കുന്ന 2 വാക്യങ്ങളാണ്. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, തന്നെത്താൻ മനുഷ്യനായി വിളങ്ങി, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന കർത്താവ് പത്രോസിനോട് പറഞ്ഞു, നിന്റെ പടക് എനിക്ക് ഒരു പ്രസംഗപീഠമാക്കണം. പത്രോസ് അത് അക്ഷരം പ്രതി അനുസരിക്കുന്നു എന്നുള്ളത് നാം ഓർക്കണം. ബൈബിളാകമാനം പരിശോധിക്കുമ്പോൾ അത് പഴയ നിയമമായിക്കൊള്ളട്ടെ പുതിയ നിയമമായിക്കൊള്ളട്ടെ, അനുസരണം എവിടെയുണ്ടോ അവിടെ അനുഗ്രഹം പാരലായിട്ട് അതിനോട് ചേർന്ന് വരും. രസകരമായ ഒരു ചിത്രീകരണം ഞാൻ ഈയിടെ വായിച്ചു. അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. നിന്റെ ഏകജാതനായ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ മോറിയ മലയിൽ യാഗം കഴിക്കണം. അബ്രഹാം മറ്റൊന്നും ആലോചിക്കാതെ, മറ്റൊരു ആൾട്ടർനേറ്റീവ് അറേഞ്ച്മെന്റ് കർത്താവിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നൊന്നും വിചാരമില്ലല്ലോ, മകനായ ഇസഹാക്കിനെയും കൊണ്ട് മല കയറുകയാണ്. വേദപുസ്തകത്തിലില്ലെങ്കിലും ആ ഭക്തനായി ചിന്തകൻ എഴുതിയിരിക്കുന്നു,
ആ മലയുടെ അങ്ങേ വശത്തു നിന്ന് ഒരാട് മല കയറി വരുന്നുണ്ടായിരുന്നു. അബ്രഹാം വിശ്വാസത്തോടെ ദൈവത്തെ അനുസരിച്ച് തന്റെ മകനെ ബലി കഴിക്കുവാൻ ആ മല കയറി തുടങ്ങിയപ്പോൾ ദൈവം അവന് പകരമായി ബലി കഴിക്കപ്പെടുവാൻ ഒരാടിനെ ആ മലയുടെ അങ്ങേ ഭാഗത്തു നിന്ന് അബ്രഹാം കാണുന്നില്ല. ഒരാട് മുകളിലേക്ക് കയറി വരികയാണ്. ബാലന്റെ മേൽ നീ കൈവെക്കരുത് എന്ന് പറഞ്ഞ് അബ്രഹാമിനെ വിലക്കിയപ്പോൾ അബ്രഹാം ഒരിക്കലും അവിടെ വള്ളിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരാടിനെ പ്രതീക്ഷിച്ച് കാണുകയില്ല. പക്ഷേ നാം പൂർണ്ണമായി അനുസരിക്കുമ്പോൾ അതിന് ബദലായി ദൈവം നമുക്ക് ഒരു അനുഗ്രഹത്തെ ഒരുക്കും എന്ന വിഷയം ഒരിക്കലും നമ്മൾ മറക്കരുത്. എന്നാൽ അവിവേകം കാണിച്ചാലോ? 2 ശമൂവേൽ 6 അധ്യായം 7 വാക്യത്തിൽ നാം പരിചയപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്. 2 അക്ഷരമേ ഉള്ളൂ. അവന്റെ പേരിന് ഉസ എന്നാണ് പേര്. ഉസാമാര് നമ്മുടെ ആധുനിക കാലത്തുമൊക്കെ ധാരാളം പേരുണ്ട് കേട്ടോ. ഞാൻ ആരെയും പർട്ടിക്കുലറൈസ് ചെയ്ത് പറയുകയല്ല. ചിലരൊക്കെ നല്ല ഫിജി സിൽക്കിന്റെ ജുബായും നല്ല കരയുള്ള മുണ്ടും ഒക്കെ കരുതി വെച്ചിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? പെരുന്നാൾ വരുമ്പോൾ ഇടണം, റാസ മുന്നിൽ നിന്ന് നയിക്കണം, ശിങ്കാരിമേളക്കാരെ കൊണ്ട് അവനാണ് കൊട്ടിക്കുന്നത്, നേതാവാണെന്നറിയണം. ഈ ഉസായിക്ക് പറ്റിയ ഒരു അബദ്ധം, അബീനാദാവിന്റെ വീട്ടിൽ നിന്ന് ദൈവത്തിന്റെ പട്ടണത്തിലേക്ക് പെട്ടകം കൊണ്ടുവരുമ്പോൾ അത് പുരോഹിതന്മാർ തോളിൽ വഹിച്ച് കൊണ്ടുവരണമെന്ന് തമ്പുരാൻ കൽപ്പിച്ചിരുന്നു. പക്ഷേ ഉസ എന്ത് ചെയ്തു? ഒരു നല്ല കാളവണ്ടി, ഇന്നത്തെ കാലത്ത് പെട്ടകം കൊണ്ടുവരുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു വാഹനം, കോസ്റ്റ്ലി വെഹിക്കിൾ, ഒരു കാളവണ്ടി ഉണ്ടാക്കി അതിന്മേൽ പെട്ടകം വെച്ച് ആഘോഷമായി ഉസ അതിന് മുൻകൈയെടുത്ത് ഇങ്ങനെ കൊണ്ടുവരികയാണ്. ഉസാഫിജി സിൽക്കിന്റെ ജുബായും ഇട്ട് കരയൻ മുണ്ടുമൊക്കെ ഉടുത്ത് തോളത്തൊരു തുവാലയൊക്കെ ഇട്ട് പെട്ടകം ഇങ്ങനെ റാസ നയിച്ചു വരികയാണ്. നാഗോന്റെ കളത്തിങ്കിലെത്തിയപ്പോൾ കാള വിരണ്ടു, പെട്ടകം ചരിഞ്ഞു. ഉസ 2 കൈയും നീട്ടി അടങ്കം പെട്ടകത്തെ പിടിച്ചു. ഒരിക്കലും ദൈവത്തിന്റെ പെട്ടകം താഴെ വീണ് അലങ്കോലപ്പെടാൻ പാടില്ല. ഒരു നല്ല കാര്യമാണ് ഉസ ചെയ്തതെന്ന് ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും. പക്ഷെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം വളരെ കഠിനമാണ്. അവന്റെ അവിവേകം ഹേതുവായി ദൈവത്തിന്റെ പെട്ടകം വയ്ക്കാൻ കാളവണ്ടി ഉണ്ടാക്കിയതും അത് ചരിഞ്ഞപ്പോൾ കയറി പിടിച്ചതുമൊന്നും വിവേകമായിട്ട് ദൈവം കണക്കിട്ടില്ല. മറിച്ച് അവന്റെ അവിവേകം ഹേതുവായി അവിടെ വച്ച് തന്നെ അവനെ സംഹരിച്ചു കളഞ്ഞു. ദൈവത്തിന്റെ കൽപ്പന അത് പുരോഹിതന്മാർ തോളിൽ വഹിക്കണമെന്നാണ്. പക്ഷെ ആ കൽപ്പനയ്ക്ക് വിരുദ്ധമായി എത്ര കാശ് മുടക്കിയാലും എത്ര ഗംഭീരമായി കാര്യങ്ങൾ ചെയ്താലും അതിൻ്റെ കോൺസിക്വൻസ് വളരെ വലുതായിരിക്കും. അതുകൊണ്ട് കർത്താവ് കയറിയിരിക്കുന്ന നമ്മുടെ പടക് അവൻ നമ്മോട് അപേക്ഷിക്കുകയാണ്, അവൻ നമ്മോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, മകനെ മകളെ നീ ഇത്തരത്തിൽ ജീവിക്കണം, നീ ഇന്ന രീതിയിൽ ഈ പടക് കൈകാര്യം ചെയ്യണം. ആ അനുസരണം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് ഒന്നാമത് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, യേശു തമ്പുരാൻ പ്രസംഗപീഠമാക്കുവാൻ, അവന് സാക്ഷിയാകുവാൻ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഒരു പടകാണ് നാം ഓരോരുത്തരുടെയും ജീവിതമാകുന്ന പടക് എന്നോർക്കുവാൻ സാധിക്കണം. രണ്ടാമത്, ഈ ഭാഗത്ത് കാണുന്ന ഒരു അത്ഭുതം, ആ പടക് ശൂന്യമായിരുന്നു. അതിന് റീസൺ പറയുന്നുണ്ട്. തലേ രാത്രി ഒത്തിരി അധ്വാനിച്ചു, കടലിന്റെ മുക്കും മൂലയും എല്ലാം അറിയാമായിരുന്ന ശിഷ്യന്മാര് ഒരുപാട് അധ്വാനിച്ചു, പക്ഷെ ഒന്നും കിട്ടിയില്ല, ഒന്നും ലഭിച്ചില്ല. പക്ഷെ ആ ശൂന്യമായ പടക് തമ്പുരാൻ നിറച്ചു കൊടുത്തു. എന്താ നിറയ്ക്കാൻ കാരണമായി തീർന്നത്? ആഴത്തിലേക്ക് നീക്കി വലയിറക്കാൻ പറഞ്ഞു. ആഴത്തിലേക്ക് നീക്കി വലയിറക്കുന്നത് അല്പം റിസ്ക് ഉള്ള കാര്യമാണ്. ആത്മീയ ജീവിതവും അങ്ങനെ തന്നെയാണ്. ഇഫ് യുവർ റിസ്ക് ഈസ് ഹൈ, യുവർ റിട്ടേൺ വിൽ ഓൾസോ ബി ഹൈ. പക്ഷേ പത്രോസിന്
നല്ല ശുഭതയുണ്ടായിരുന്നു, നല്ല ഓപ്റ്റിമിസം ഉണ്ടായിരുന്നു, നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. നിന്റെ വാക്കിന് വലയിറക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ വല ആഴത്തിലേക്ക് നീക്കി എറിഞ്ഞപ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? അതിഭയങ്കരമായ റിസൾട്ടാണ്. ഇംഗ്ലീഷിലൊരു വാചകമുണ്ട്, ക്വിറ്റർ നെവർ വിൻസ് ആൻഡ് എ വിന്നർ നെവർ ക്വിറ്റ്സ്. ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ, കിരീടം വേണമെന്ന് ആഗ്രഹിക്കുന്നവൻ ഒരിക്കലും ഒരു സാഹചര്യത്തിലും വിട്ടുകളയരുത്. ചിലപ്പോൾ നിരാശയുടെ, നഷ്ടബോധത്തിൻ്റെ, പരിഹാസത്തിൻ്റെ ഒക്കെ കൊടും ക്രൂരതയിലേക്ക് നമ്മൾ വന്നുപെട്ടു എന്നിരിക്കാം. പക്ഷേ നമുക്ക് ശുഭത നൽകുന്നവനായ ഒരു ദൈവമുണ്ട്. അതിൽ നാം പ്രതീക്ഷയും പ്രത്യാശയും വെച്ചെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 20-21 അധ്യായങ്ങൾ, ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായം, ഇത് മൂന്നും നിങ്ങൾ ഗ്രഹപാഠമായി ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. യഹൂദന്മാരെ കുറിച്ച് ഭയന്ന് ശിഷ്യന്മാർ മുറിക്കകത്ത് കൂടിയിരിക്കുമ്പോൾ യേശു തമ്പുരാൻ അവരുടെ നടുവിൽ നിന്നിട്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അവൻ്റെ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു കൊടുത്തു. അവർ വളരെ ഉത്സാഹഭരിതരായി തീർന്നു. നമ്മുടെ ഭയപ്പാടിനിടയിലും നമ്മെ അന്വേഷിച്ചു വരുന്ന ഒരു ദൈവമുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ എന്ന് പറയുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവാണ് നമ്മുടെ ശുഭത. യോഹന്നാൻ 20 അധ്യായത്തിൽ അങ്ങനെ കാണുന്നുവെങ്കിൽ 21 അധ്യായത്തിൽ നമ്മൾ കാണുന്നത് തിബേറിയോസിന്റെ തീരത്ത് നിൽക്കുന്ന ശിഷ്യന്മാർ, അവരോടും കർത്താവ് പറയുന്നു, പടകിന്റെ വലതു ഭാഗത്ത് വീശാൻ പറയുന്നു. ഇപ്പോൾ കിട്ടിയ മീൻ ചിലത് കൊണ്ടുവരാൻ പറയുന്നു. മഹാവലിയ അത്ഭുതത്തിലേക്ക് അവരെ തിരിക്കുകയാണ്. അവർ ചിന്താധീനരായിരുന്നു, അവർ വിഷമത്തിലായിരുന്നു. കർത്താവിൻ്റെ വാക്ക് കേൾക്കാതെ അവർ പോയതാണ്. പുനരുത്ഥാനത്തിന് ശേഷമുള്ള കാര്യമാണ് ഈ പറയുന്നത്. കർത്താവ് വിളിച്ചു വേർതിരിച്ചതിന് ശേഷം ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു, നിങ്ങളും വരുന്നോ എന്ന് ചോദിച്ച് ശിഷ്യന്മാർ കൂട്ടമായി പോയതാണ്. പക്ഷേ പടകിന്റെ വലതു ഭാഗത്ത് അവർ വീശുവാൻ കർത്താവ് അവരോട് കൽപ്പിക്കുകയും അവരെ സാന്ത്വനപ്പെടുത്തുകയും ചെയ്യുകയാണ്. ലൂക്കോസ് 24 നമ്മൾ കാണുന്നത് വിഷണ്ണരായി വിഷാദമുഖത്തോടെ എമൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരെയാണ്. കർത്താവ് ചേർന്ന് നടന്നു. വഴി പിരിയാറായപ്പോൾ അവർ നിർബന്ധിക്കുന്നുണ്ട്, Now it is almost night, you stay with us. They compel Jesus. യേശുവിനെ അവർ നിർബന്ധിക്കുകയാണ്. ലൂക്കോസ് 24:31 വരുമ്പോൾ അവൻ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. അവരുടെ കണ്ണ് തുറന്നു, അവർ അവനെ അറിഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിരിക്കുക മാത്രമല്ല, അവർ ഉടൻ തന്നെ യെരുശലേമിലേക്ക് മടങ്ങിപ്പോരുന്നു എന്ന് പറയുകയാണ്. വാത്സല്യമുള്ളവരെ, പ്രതിസന്ധിയുടെയും പ്രയാസത്തിൻ്റെയും നാളുകൾ നമുക്ക് വരും. പ്രവാചകന്മാർ അനേകരും എഴുന്നേൽക്കും, എല്ലാം നശിക്കാൻ പോവുകയാണെന്ന് പറയും. കർത്താവ് തന്നെ പറഞ്ഞു, യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും നിങ്ങൾ കേൾക്കും, പക്ഷേ ഇത് ഞാനാകുന്നു എന്ന് പറഞ്ഞ് അനേകരും നിങ്ങളുടെ അടുക്കൽ വരും. ഭയപ്പെടരുത്, ഭയപ്പെടരുത് എന്ന് പറയുന്ന കർത്താവ് പറഞ്ഞു, എപ്പോഴും നിങ്ങൾ ഒരുക്കമുള്ളവരായിരിപ്പീൻ. സ്വർഗസ്ഥനായ എൻ്റെ പിതാവല്ലാതെ ഞാൻ പോലും അതറിയുന്നില്ല എന്ന് കർത്താവിൻ്റെ വരവിനെ കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ആവശ്യമായിരിക്കുന്നത് ശുഭതയാണ്, മുന്നോട്ട് പോകാനുള്ള ഒരു ദൃഢപ്രതിജ്ഞയാണ്. ടൈലർ സ്വിംഗ് എന്ന് പറയുന്ന ഒരു അസാധാരണ വൈഭവമുള്ള ഒരു ഗായികയുണ്ട്. അവര് പലപ്പോഴും പറയുന്ന ഒരു വാചകം അനേകരെ വളരെയേറെ ത്രസിപ്പിച്ചിട്ടുള്ള വാചകമാണ്. ഓരോ ഈവന്റിന്റെയും ആരംഭത്തിൽ പറയും, ദിസ് ഈസ് എ വെരി ഗുഡ് ബിഗിനിങ്, ദിസ് ഈസ് എ വെരി ഗുഡ് ബിഗിനിങ്, and let us hope that God will do wonderful things for us. ദൈവം നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് ശുഭതയോടെ വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കണം. കഴിഞ്ഞ കാലങ്ങളെക്കാൾ നമുക്ക്
അനുഗ്രഹമാണ് വരും കാലങ്ങൾ എന്ന് പ്രത്യാശിക്കുവാൻ നമുക്ക് സാധിക്കണം. അവർക്കൊരു ഒരു ഓപ്റ്റിമിസം ഉണ്ടായിരുന്നു, ഒരു ശുഭകരമായ പ്രതീക്ഷയുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു ഹാർഡ് വർക്ക്, ഒരു കഠിനമായ അധ്വാനത്തിനുള്ള ആഗ്രഹം, അതും കൂടെ വേണം. നമുക്ക് പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട് എന്ന് പറഞ്ഞിരുന്നാൽ പോരാ. കഠിനമായ അശ്രാന്തമായ പരിശ്രമത്തിനുള്ള ഒരാഗ്രഹവും കൂടെ വേണം. അവിടെയാണ് വിജയം നമുക്ക് കൈവരിക്കുവാൻ സാധിക്കുന്നത്. കർത്താവ് പലപ്പോഴും ചോദിച്ച ഒരു ചോദ്യമുണ്ടല്ലോ, വാട്ട് യു ക്യാൻ ഡു മോർ ദാൻ ദ കോമൺ ഈവൻസ്. സാധാരണ നമ്മൾ കടന്നു പോകുന്ന ജീവിതചര്യയേക്കാൾ ഉപരിയായി നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണുള്ളത്? ഈവൻ ദ സ്ക്രൈബ്സ് ആൻഡ് ഫാരിസീസ് വിഷ് ദോസ് ഹു വിഷ് ദം. അവരെ വന്ദനം ചെയ്യുന്നവരെ അവരും ചെയ്യുന്നുണ്ടല്ലോ. If you wish those who wish you only, what you are doing more? The question is whether we are able to wish those who curse us. അതാണല്ലോ കർത്താവ് പറഞ്ഞത്, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ. കാരണം സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യിക്കുന്നവനാണ്, സൂര്യനെ ഉദിപ്പിക്കുന്നവനാണ്. So this is a very wonderful question. What you can do more? ദൈനംദിന ജീവിതത്തിൽ നമുക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനപ്പുറത്ത് എന്തെങ്കിലും ചെയ്യാൻ ഒക്കുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. യൂണിവേഴ്സിറ്റികളും ഉന്നത വിദ്യാഭ്യാസ മേഖലയുമൊക്കെ അത്തരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് കേൾക്കുന്നു നാം. 4 വർഷത്തെ ഹോണേഴ്സ് ബിരുദ ഡിഗ്രികൾ ആരംഭിച്ചിരിക്കുന്നു. 3 വർഷം ഒരാൾ മെനക്കെടേണ്ട കാര്യമില്ല ഡിഗ്രി എടുക്കാൻ. 2 വർഷം കൊണ്ട് പഠിച്ച് പൂർത്തിയാക്കുമെങ്കിൽ എനിക്ക് പരീക്ഷ തരൂ എന്നാവശ്യപ്പെടാം. 4 വർഷത്തെ ഹോണേഴ്സ് കോഴ്സിന് ചേരുന്നവർക്ക് റിസർച്ചിനും കൂടെ ട്രൈ ചെയ്യാം. അങ്ങനെ നമുക്ക് ക്രെഡിറ്റ് കൂടുതൽ എടുക്കാം. ഇതൊക്കെ വിദേശ യൂണിവേഴ്സിറ്റികൾ എന്നേ ആവിഷ്കരിച്ച കാര്യങ്ങളാണ്. വി ആർ ഏർണിംഗ് മോർ ക്രെഡിറ്റ്സ്. നമുക്കുള്ള ട്രഡീഷണൽ സ്റ്റൈൽ എന്താണെന്ന് ചോദിച്ചാൽ 3 വർഷത്തെ ഡിഗ്രി കോഴ്സിന് ഒരു കുട്ടിയെ ചേർത്ത് കഴിഞ്ഞാൽ അവനിൽ ആകെയുള്ള ചുമതല 3 വർഷം കൊണ്ട് ഡിഗ്രി പാസ്സായി ഇറങ്ങുക എന്നുള്ളതാണ്. പ്ലേ ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ആകെയുള്ള പ്രതീക്ഷ 10ാം ക്ലാസ് പാസ്സായി ഉപരിപഠനത്തിന് യോഗ്യതയോടെ ഇറങ്ങുക എന്നുള്ളതാണ്. പക്ഷെ എന്തെല്ലാം നമുക്ക് കൂടുതൽ ചെയ്യാം. So we need to submit ourselves for the hard work. അതാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. നമ്മുടെ പടക് അവന് വേണ്ടി അധ്വാനിക്കുവാനുള്ളതാണ്, എരിഞ്ഞ് അടങ്ങുവാനുള്ളതാണ് എന്ന ഒരു വലിയ ചിന്തയാണ് രണ്ടാമത് നിങ്ങളുടെ ശ്രദ്ധയിൽ വയ്ക്കുന്നത്. മൂന്നാമത് അതിശ്രേഷ്ഠമായ ഒരു കാര്യം ഓർമ്മിപ്പിക്കുവാനുള്ളത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ശിമോൻ പത്രോസിന്റെ പടക് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ശിമോൻ എന്ത് ചെയ്തു? ഇനി ബാക്കിയുള്ള മീൻ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ച് വല തുറന്നു വിടുകയല്ല ചെയ്തത്. അപ്പുറത്ത് വേറെ പടകിൽ ആളുകൾ ഉണ്ടായിരുന്നു. അവരുടെ പടകൊന്നും അത്ര കണ്ട് നിറഞ്ഞിട്ടില്ല, ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ്. അവരെ മാടി വിളിച്ചു എന്നാണ് പറയുന്നത്. ഞാനതിൻ്റെ ഇംഗ്ലീഷ് നോക്കിയില്ല. എന്താ ഈ മാടി വിളിച്ചു എന്ന് പറഞ്ഞാൽ? മാടി വിളിച്ചു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവർ വരണമെന്നുള്ള അത്യന്തമായ ആഗ്രഹത്തോടെ ബഹളം വെച്ച് കാണും, കൈയാട്ടി വിളിച്ചു കാണും. കാരണം ഉത്കടമായ ആഗ്രഹമാണ്, ഞങ്ങൾക്ക് ഉടയവൻ തന്ന സമ്പത്ത് അവന്റെ പടകിലും കൂടെ കുറച്ചിരിക്കട്ടെ. ഇതൊരു ഫെലോഷിപ്പാണ്, ഇതൊരു കമ്മിറ്റ്മെൻ്റാണ്. നമ്മുടെ പടക് കൊണ്ട് ദൈവം തമ്പുരാൻ അങ്ങനെയും ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. We need to be in fellowship with others. We are expected to be committed to the society at large. നമുക്ക് വേണ്ടി ഈ ലോക ജീവിതം നമ്മൾ ജീവിച്ചു തീർത്താൽ what good we are doing. നമ്മുടെ പ്രയത്നം കൊണ്ട് മറ്റുള്ള ആർക്കെങ്കിലും ഫലമുണ്ടാകണമെന്ന് നാം ആഗ്രഹിക്കാത്ത പക്ഷം how much a devilish nature we have. നമുക്ക് എന്തുമാത്രം പൈശാചികമായ
ഒരു സ്വഭാവമാണുള്ളത് എന്ന് വളരെ ഉറക്കെ നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. വിവാഹ ശുശ്രൂഷയ്ക്ക് വധൂവരന്മാർക്ക് ആശംസ പറയാൻ അവസരം കിട്ടിയാൽ ഞാൻ നിർബന്ധമായിട്ടും പറയും, യു ആർ അറ്റ് എ ന്യൂ ബിഗിനിങ്. ഞങ്ങൾ ഒന്നിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് നിങ്ങൾക്കുള്ള ക്യാപിറ്റൽ. യേശുവാകുന്ന പാറമേൽ ഒരു സൗധം നിങ്ങൾ പണിയണം. അത് ബോധപൂർവം പണിയണം. അതിന് 4 ചുവരുണ്ട്. മേൽക്കൂര ദൈവം ഇട്ടോളും. അത് ദൈവത്തിൻ്റെ കൃപയാണ്. നിങ്ങൾ പണിയേണ്ട ഒന്നാമത്തെ ചുവര് കമ്മ്യൂണിയൻ വിത്ത് ഗോഡ്, ദൈവവുമായുള്ള ബന്ധം. രണ്ടാമത്തെ ചുവര് കമ്മ്യൂണിക്കേഷൻ ഇൻ ബിറ്റ്വീൻ യു, നിങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം. മൂന്നാമത്തെ ചുവരായിട്ട് നിർബന്ധമായിട്ടും പറയും കൊമ്മമറേഷൻ. നിങ്ങളെ വളർത്തിയവരെ നിങ്ങൾ മറക്കരുത്. അവർക്ക് പ്രായം ചെന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ യൗവനത്തിലാണ്. നിങ്ങൾക്ക് പ്രായമേറി വരും. പക്ഷെ നിങ്ങളുടെ മാതാപിതാക്കളെ ഒരിക്കലും മറക്കരുത്. നിങ്ങളെ നിങ്ങളാക്കിയ അനേകരുണ്ട്, അവരെ ഒരിക്കലും മറക്കരുത്. യു നീഡ് ടു കൊമ്മമറേറ്റ്. എന്നാൽ അവസാനമായിട്ടൊന്ന് പറയുന്നത്, യു ആർ കമ്മിറ്റഡ്. നിങ്ങൾ സമൂഹത്തോട് കടപ്പെട്ടവരാണ്. കമ്മ്യൂണിയൻ വേണം, കമ്മ്യൂണിക്കേഷൻ വേണം, കൊമ്മമറേഷൻ വേണം. എന്നാൽ കമ്മിറ്റ്മെന്റ് ഒരിക്കലും നമ്മൾ വിട്ടുകളയരുത്. എനിക്ക് എല്ലാമായി, എല്ലാം തികഞ്ഞു, എൻ്റെ കാര്യം ഓക്കെ ആയി, സോ വാട്ട്? നിന്റെ അനുജനായ ഹാബേൽ എവിടെ എന്ന് പഴയ നിയമത്തിൽ മുഴങ്ങിക്കേൾക്കുന്ന ആ ചോദ്യത്തിന് ഇന്നും പ്രസക്തിയുണ്ട് എന്ന് നാം വിശ്വസിച്ചെങ്കിൽ മാത്രമേ മതിയാകുകയുള്ളൂ. അവരുടെ ലഭ്യതയ്ക്ക് പങ്കുകാരാകുവാൻ അടുത്തുള്ള പടകുകാരെ മാടി വിളിച്ച പത്രോസിന്റെ സ്വഭാവം. നമ്മുടെ പടകും നിറയും, ദൈവം നിറയ്ക്കും. അത് ഞാൻ മെനക്കെട്ട് പ്രാർത്ഥിച്ചതുകൊണ്ട് എനിക്ക് കിട്ടിയതാ, ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ട് എനിക്ക് കിട്ടിയതാ, അതെനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും മാത്രമാ എന്ന് പറഞ്ഞാൽ ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ എന്ന വാക്യം കൂടെ നമ്മുടെ മനസ്സിലേക്ക് വരണം. അതുകൊണ്ട് മറ്റുള്ളവരെ മാടി വിളിക്കണം. ഒരു ഫെലോഷിപ്പിന് വേണ്ടി, ഒരു കമ്മിറ്റ്മെന്റിന് വേണ്ടി നമ്മുടെ പടക് ഉപയുക്തമാവണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. 4ാമത് ഒരു കാര്യം ഈ പടകിൽ സംഭവിക്കുന്നത് ഞാൻ സൂചിപ്പിച്ചു, സംഭ്രമവും സന്താപവുമാണ്. എപ്പോഴാണ് നമുക്ക് സംഭ്രമം ഉണ്ടാകുന്നത്? ജപ്തി ചെയ്യാൻ ബാങ്കിൽ നിന്ന് നോട്ടീസ് വരുമ്പോഴാണ്, അല്ലേ? നമുക്ക് സംഭ്രമം ഉണ്ടാകുന്നത് ഒരാൾ നമ്മളോട് ദേഷ്യപ്പെട്ട് സംസാരിച്ച് നിന്നെ ഞാൻ കാണിച്ചു തരാം എന്ന് പറയുമ്പോഴാണ്. നമുക്ക് സംഭ്രമം ഉണ്ടാകുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നിടത്തെങ്ങും നമ്മുടെ മക്കള് എത്തിപ്പെട്ടില്ല എന്ന വിഷയമുണ്ടാകുമ്പോഴാണ്. പക്ഷെ ഇവിടെ ശൂന്യമായ പടകിനടുത്ത് വെച്ച് പോലും ഉണ്ടാകാത്ത ഒരു സംഭ്രമം പത്രോസിന് എപ്പോഴുണ്ടായി? യേശുതമ്പുരാൻ ആഴത്തിലേക്ക് വലയിറക്കാൻ പറഞ്ഞു. വലയിറക്കിയപ്പോൾ പടക് മുഴുവൻ നിറഞ്ഞ് ഇനി ഒരു മീൻ പോലും അതിനകത്ത് ഇടാൻ സ്ഥലമില്ല. ഇട്ടാൽ അത് ചാടി വെള്ളത്തിൽ പോകും. അതുകൊണ്ട് മറ്റുള്ളവരുടെ പടകും നിറഞ്ഞു. ഉയ്യോ, അവർക്ക് വലിയ സംഭ്രമം ഉണ്ടായി. സംഭ്രമം ഉണ്ടാകുക മാത്രമല്ല, ആ സംഭ്രമത്തോട് ചേർന്നൊരു സന്താപമുണ്ടായി. ആ സന്താപം എന്താണ്? അയ്യോ, ഈ പാപിയായ മനുഷ്യനോട് ഇത്രയേറെ അനുഗ്രഹം ദൈവം ചെയ്യുവാൻ എനിക്ക് എന്താണ് ഉള്ളത്? എന്താണ് യോഗ്യത? വാത്സല്യമുള്ളവരെ, നമ്മൾ ആരെങ്കിലും ചില നിമിഷങ്ങളിലെങ്കിലും അങ്ങനെ ചിന്തിച്ചു പോയിട്ടുണ്ടോ? പാട്ടിലൊക്കെ നമ്മൾ പാടും, എനിക്ക് എന്തുള്ളൂ ഞാൻ എന്നൊരു പാട്ടൊക്കെ ഉണ്ടല്ലോ. പക്ഷേ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്? ദൈനംദിന ജീവിതത്തിൽ അവൻ ചൊരിഞ്ഞു തരുന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ മതിയാകാത്തവനാണ് എന്ന് ഒരു ദിവസമെങ്കിലും നമ്മൾ കിടക്കയിലേക്ക് പോകുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ അയ്യോ, ഇന്നൊരു പ്രഭാതം കൂടെ കാണുവാൻ എത്രയോ യോഗ്യതയില്ലാത്ത എനിക്ക് അങ്ങനെ ഒരു അനുഗ്രഹം തന്നുവെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? പത്രോസ് അവൻ്റെ കാൽക്കൽ മുട്ടുകുത്തി കർത്താവിനോട് പറയുകയാണ്, ഞാൻ പാപിയായ മനുഷ്യൻ, നിന്റെ സാന്നിധ്യത്തിന് എനിക്ക് യോഗ്യതയില്ല, എന്നെ വിട്ടുപോകണമേ
എന്ന് അപേക്ഷിക്കുകയാണ്. നമ്മളാരും ചെയ്യുന്ന കാര്യമല്ല. എനിക്ക് ഒരു കൃപാവരമുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ കർത്താവ് ഒരിക്കലും എന്നെ വിട്ടുപോകരുത്, ഈ കഴിവ് ഒരിക്കലും എന്നിൽ നിന്ന് എടുക്കരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കും. ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടി അതെല്ലാം ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി കാണിക്കും. അതൊക്കെയാണ് സാധാരണ ചെയ്യാറ്. പക്ഷെ പത്രോസ് തകർന്നുപോയി. സംഭ്രമത്തോടെ, വളരെയേറെ ദുഃഖഭാരത്തോടെ അവൻ പറയുന്നു, കർത്താവേ, എന്നെ വിട്ടുപോകണമേ. ഇത് നമ്മിൽ നിന്ന് ഉളവാകേണ്ട ഒരു വലിയ പ്രാർത്ഥനയാണ്. വളരെ വേഗം എന്ന് പറയാം, വേദപുസ്തകത്തിൽ ചില പ്രാർത്ഥനകൾ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഓർക്കുമായിരിക്കും. ഒരാൾ പ്രാർത്ഥിച്ചു ഗിവ് മീ, അയാൾ തന്നെ പിന്നെ പ്രാർത്ഥിച്ചു മേക്ക് മീ. ധൂർത്തപുത്രൻ എന്ന് നമ്മൾ വിളിക്കപ്പെടുന്ന, മുടിയനായ പുത്രൻ എന്നറിയപ്പെടുന്ന ആ പുത്രന്റെ പ്രാർത്ഥനയാണ്. ഗിവ് മീ ദ പാർട്ട് ദാറ്റ് പെർട്ടൈനിങ് ടു മീ. എനിക്ക് അവകാശപ്പെട്ടത് ഇങ്ങോട്ട് താ. അതൊരു അർത്ഥനയാണ്. പക്ഷെ എല്ലാം തകർന്നുപോയി. ലാസ്റ്റിൽ അവൻ പ്രാർത്ഥിച്ചു മേക്ക് മീ ആസ് വൺ ഓഫ് യുവർ ഹയർഡ് സെർവൻസ്. നിന്റെ കൂലിവേലക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണം. പിന്നൊരു പ്രാർത്ഥനയുണ്ട്, അത് പ്രൈസ് യു എന്ന പ്രാർത്ഥനയാണ്. അത് പരീശന്റെ പ്രാർത്ഥനയാണ്. ഞാൻ ദാനധർമ്മം ചെയ്യുന്നു, ഉപവസിക്കുന്നു, പുണ്യശീലങ്ങൾ ഉള്ളവനാണ്, ആ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ല, അതുകൊണ്ടായി പ്രൈസ് യു, പ്രൈസ് ദ ലോർഡ്. പക്ഷെ അപ്പുറത്ത് ഒരു ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചത് എന്താണ്? പാർഡൻ മീ, എന്നോട് ക്ഷമിക്കണമേ. സ്വർഗത്തിലേക്ക് ഉയർത്തുവാൻ കണ്ണുകൾക്ക് ത്രാണിയില്ലാതെ അവൻ നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. വീണ്ടും വേറൊരാൾ പ്രാർത്ഥിച്ചു സേവ് മീ. ആ പ്രാർത്ഥന ആരുടേതാണെന്നറിയാമോ? കർത്താവിനോട് കൂടെ കുരിശിക്കപ്പെട്ട ഇടതുഭാഗത്തെ കള്ളൻ എന്ന് നമ്മൾ വിളിക്കുന്ന ആളുടെ പ്രാർത്ഥനയാണ്. നീ ദൈവപുത്രനെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്ക്, ഞങ്ങളെയും രക്ഷിക്ക്. പക്ഷെ മറ്റവൻ പറഞ്ഞു, അവന്റെ കൂടെ കുരിശിക്കപ്പെട്ട മറ്റേ കള്ളൻ പറഞ്ഞു, റിമെമ്പർ മീ. ഐ നോ ദാറ്റ് യു ആർ എ കിങ് ഹാവിങ് എ കിങ്ഡം, യു റിമെമ്പർ മീ. നിങ്ങളെ വിലയിരുത്തിക്കോണം. എന്ത് പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത്? മേക്ക് മീ എന്ന പ്രാർത്ഥനയല്ലേ ഉചിതം? പാർഡൻ മീ എന്ന പ്രാർത്ഥനയല്ലേ ഉചിതം? റിമെമ്പർ മീ എന്ന പ്രാർത്ഥനയല്ലേ ഉചിതം? അത് വരണമെങ്കിൽ പാപബോധമുണ്ടാവണം. ഞാൻ അവസാനമായി ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് അവസാനം പറയുന്നെങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ്. ഉപേക്ഷിക്കപ്പെട്ട ഒരു നിറപടക്. വിട്ടകലും നീ ഒരു നാളിൽ ഉണ്ടെന്നു തോന്നുന്ന സകലത്തെയോ. ഒരുമിച്ച് പാടിക്കേ. വിട്ടകലും നീ ഒരു നാളിൽ ഉണ്ടെന്നു തോന്നുന്ന, താങ്ക് യു, സ്നേഹിതർ നാമുകൊണ്ടു സ്വർഗത്തിൽ ദൈവത്തിൻ ദൂതരും പരിശുദ്ധരും നമ്മളെ യാത്ര അയക്കുമ്പോൾ നമ്മുടെ പെട്ടിക്കകത്ത് നമ്മുടെ കൂടെ വെച്ചോണ്ട് പോകാൻ സാധിക്കാത്ത ഒന്നും നമ്മുടെ സ്വന്തമല്ല. വല്ലപ്പോഴും അത് ഓർക്കുന്നത് നല്ലതാണ്. വിട്ടകലും നീ ഒരു നാളിൽ ഉണ്ടെന്ന് തോന്നുന്ന എല്ലാം നമുക്കുണ്ടെന്ന് തോന്നുക. പറമ്പുണ്ടെന്നും പുരയിടം ഉണ്ടെന്നും വീടുണ്ടെന്നും FD ഇട്ട റെസീറ്റ് ഉണ്ടെന്നും ഒക്കെ തോന്നുക. അവസാനം ഇതെല്ലാം ബോധത്തിൽ നിന്ന് മറിഞ്ഞ സോ വി ആർ ഗോയിങ് അലോൺ. പടക് നിറഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ ഒരു നല്ല മത്സ്യബന്ധനക്കാരനെന്ന നിലയിൽ പത്രോസ് കണക്ക് കൂട്ടിക്കാണും, ഈ പടകിലെ മത്സ്യം പടാവിലയ്ക്ക് വിറ്റാൽ പോലും എത്രായിരം രൂപ കിട്ടും. അയ്യോ, കർത്താവിനെ ഒരു കാരണവശാലും ഈ പടകെന്ന് വിടരുത്, ഇങ്ങനെയെങ്കിൽ എത്ര എളുപ്പമാണ് മത്സ്യബന്ധനം. പക്ഷേ ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും എന്ന വാക്ക് കേട്ടപ്പോൾ അവർ പടകുകൾ കരയ്ക്ക് അടുപ്പിച്ച് സകലവും വിട്ട് അവനെ
അനുഗമിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഫ്രം ദ പൊസസീവ് സ്റ്റേറ്റ് ടു ദ സ്റ്റേറ്റ് ഓഫ് എക്സ്പീരിയൻസ്, ആർജനത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് തലത്തിൽ നിന്ന് അനുഭവത്തിൻ്റെ തലത്തിലേക്ക് വളരുന്ന ഒരു പത്രോസിനെയും അതിന് അവനെ സഹായിക്കുന്ന പടകിനെയും അല്ലേ നമ്മളിവിടെ കാണുന്നത്. സുറിയാനി സാഹിത്യത്തിൽ 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പിതാവ് എഴുതിയ ഒരു പാട്ടിന്റെ 2 വരി, തൗമാലാലേ സ്മാർലേ ശുഭഹോ അദ്ലോ നെദുബാക് ബെശനാസ് മൗത്തോ, തൗമാലാലേ സ്മാർലേ ശുഭഹോ. തൗമാലാലേ എന്ന് പറഞ്ഞാൽ കം ഓൾ ഹ്യൂമൻ ബീങ്സ്, എല്ലാ മനുഷ്യരുമേ വരുവീൻ. സ്മാർലേ ശുഭഹോ, സിംഗ് ഹിം പ്രൈസ്, ബിക്കോസ് അതിനേക്കാൾ മികച്ച ഒന്നുമില്ല. അദ്ലോ നെദുമാക് ബെശനാസ് മൗത്തോ. അദ്ലോ എന്ന് പറഞ്ഞാൽ ബിഫോർ ഹാൻഡ്. നെദുമാക് മീൻസ് ടു ഡീപ് ഇൻ ടു ദ സ്ലീപ്പ് ഓഫ് ദ സ്ലീപ്പ് ഓഫ് ഡെത്ത്. മരണമാകുന്ന ആ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതിന് മുൻപ് കം ഓൾ ഹ്യൂമൻ ബീങ്സ് സ്മാർലേ ശുഭഹോ. യേശുവിനെ മഹത്വപ്പെടുത്തേണ്ടത് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ നമ്മൾ ആർജിച്ചതും നേടിയതും നമുക്കുണ്ടെന്ന് കരുതുന്നതുമെല്ലാം മണ്ണാങ്കട്ടയാണെന്ന് വല്ലപ്പോഴുമെങ്കിലും ഒന്ന് ഓർക്കണം. നമുക്ക് ജീവിക്കാൻ സുഖ സൗകര്യങ്ങൾ വേണം, നമുക്ക് നമ്മുടെ മുന്നോട്ടുള്ള കാലം കഴിക്കാൻ ഏണിങ്സ് വേണം. ഇതൊന്നും വേണ്ട എന്നല്ല പറയുന്നത്. അതിനെല്ലാം അപ്പുറത്ത് ഒന്നുമില്ല, ഇതെല്ലാം മണ്ണാങ്കട്ടയാണെന്നൊരു ബോധ്യം. ആ ബോധ്യത്തിലാണ് കർത്താവിൻ്റെ വിളിയിൽ പത്രോസ് പടകും മീനും എല്ലാം ഉപേക്ഷിച്ചത്. ഞാൻ ചുരുക്കട്ടെ. ലൂക്കോസ് 5:1 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗത്തിലൂടെ പത്രോസിനെയും പടകിനെയും അല്ല, മറിച്ച് നാം ഓരോരുത്തരുടെയും ജീവന്റെ പടകിനെയാണ് നമ്മൾ ധ്യാനിച്ചത്. കരക്കടുപ്പിച്ചിരിക്കുകയാണ്, വല കഴുകുകയാണ്. പക്ഷെ കർത്താവ് എല്ലാം കാണുന്നുണ്ട്. നമുക്ക് സമൃദ്ധി തരാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവുണ്ട്. അവൻ നമ്മുടെ പടകിലുണ്ട്. കരയിൽ നിന്ന് അല്പം ഒന്ന് നീക്കിയാൽ മതി, അവൻ്റെ വാക്ക് അനുസരിച്ചാൽ മതി. നമ്മുടെ പടകൊക്കെ നിറയും. പക്ഷെ നിറയുമ്പോൾ അത് നമ്മുടെ മിടുക്കാന്ന് കരുതരുത്. മറ്റുള്ളവരെ മാടി വിളിക്കണം, അവർക്കും കൂടെ പ്രയോജനമുണ്ടാവണം. അതും പോരാ, കർത്താവിൻ്റെ വിളി സ്മരിച്ചുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് എല്ലാറ്റിൻ്റെയും ഉടയവനെ പിൻപറ്റാനായിട്ട് നമുക്ക് കഴിയണം. പരിശുദ്ധ ശ്ലീഹന്മാർ അങ്ങനെയാണല്ലോ നല്ല ഒരു ജീവിത പന്ഥാവ് നമുക്ക് കാണിച്ചു തന്നത്. ആ പന്ഥാവിൽ യാത്ര ചെയ്തുകൊണ്ട് അനുഗ്രഹീതരായിരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനം ഇവിടെയും എവിടെയും ശ്രവിച്ച എല്ലാവരെയും സർവശക്തനായ ദൈവം പരുമല കൊച്ചു തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.